പാലങ്ങോട് ഗ്രാമപഞ്ചായത്ത് CPM-ന്റെ കാലയളവിലാണ് അത് അവിടെ ഉദ്ഘാടനം ചെയ്തത്. ഇത്രയും പതിറ്റാണ്ടുകളായിട്ട് പഞ്ചായത്തിനൊരു നല്ലൊരു കെട്ടിടം ഉണ്ടായിരുന്നില്ല. ഇവിടെ UDF ഭരിച്ചപ്പോഴും സംസ്ഥാന ഗവൺമെന്റ് അവരുടെ കയ്യിലുണ്ടായിരുന്നു. നിരന്തര സമരങ്ങൾ ചെയ്തിട്ടില്ല. ഏതൊരു പദ്ധതി കൊണ്ടുവരുമ്പോഴോ അതിന്റെ കുറെ പ്രശ്നങ്ങളുണ്ടാവും. വികസന പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ കുറച്ച് പ്രയാസങ്ങള് ഉണ്ടാവും ജനങ്ങൾക്ക്. നമ്മളെ പദ്ധതിനെ എതിർത്തതല്ല. വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തായാലും ചെറിയ രീതിയിലുള്ള തടസ്സങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അതെ, കുറെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തില് 3 സ്ഥാനാർത്ഥികളും കരുത്തരായ സ്ഥാനാർത്ഥികളാണ്. MSF-ന്റെ സംസ്ഥാന ട്രഷറർ അഷ്റഫ് പെരുമുക്കിനെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് ലീഗാണ് ആദ്യം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റായ ഷഹീറിനെയാണ്. അതെ, CPM നല്ലൊരു സ്ഥാനാർത്ഥിനെ തന്നെയാണ് നിർത്തുന്നത്. ആലങ്കോട് പഞ്ചായത്തില് 3 ബ്ലോക്ക് ഡിവിഷനിലാണ് നിലവിലുള്ളത്. അതിൽ ഒരു കോക്കൂര് ബ്ലോക്ക് ഡിവിഷൻ, അതുപോലെ തന്നെ ആലങ്കോട് ഡിവിഷൻ, ചങ്ങരകുളം ഡിവിഷൻ. LDF-നെ സംബന്ധിച്ചിടത്തോളം ഇപ്രാവശ്യം പഞ്ചായത്തിൽ ചെയ്ത കുറെ കാര്യങ്ങൾ അവർ മുൻനിർത്തി കാണിക്കുന്നുണ്ട്. പഞ്ചായത്ത് കെട്ടിടത്തിന്റെ ഇത്രയും പതിറ്റാണ്ടുകളായിട്ട് പഞ്ചായത്തിനൊരു നല്ലൊരു കെട്ടിടം ഉണ്ടായിരുന്നില്ല. അത് LDF-ന് ഇപ്രാവശ്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അവർ അവകാശവാദം പറയുന്നുണ്ട്. അതിന് UDF അതിലെ പോരായ്മകളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് വേറൊരു വശം. അതുപോലെ തന്നെ മറ്റ് ഒരു അംഗൻവാടി കെട്ടിടം ഒരു നല്ല ലോക നിലവാരത്തിൽ തന്നെയാണ് അത് പണിയെടുക്കാൻ സാധിച്ചത്. അതും എല്ലാം പഞ്ചായത്തിൽ LDF വികസന നേട്ടങ്ങളായിട്ട് പലതും എണ്ണി കാണിക്കുന്നുണ്ട്. ഹാപ്പിനെസ് പാർക്ക്. ഈ പഞ്ചായത്തിന്റെ കാര്യം പറയുമ്പോൾ ഒരു പഞ്ചായത്ത് പാലങ്ങോട് ഗ്രാമപഞ്ചായത്ത് CPM-ന്റെ കാലയളവിലാണ് അത് അവിടെ ഉദ്ഘാടനം ചെയ്തത്. എങ്കിൽ പോലും അപ്പുറത്ത് UDF അതിനകത്തൊരു വിജിലൻസ് പരാതിയൊക്കെ അഴിമതി ഉണ്ട്, കെട്ടിടത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് UDF-ഉം ഒരു വിജിലൻസിനൊക്കെ ഒരു പരാതി കൊടുത്ത് വലിയ പ്രക്ഷോഭങ്ങളും മാർച്ചടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. അതും അവർ UDF ഇപ്പുറത്ത് ഉന്നയിക്കുന്ന വലിയൊരു വിഷയമാണ്. പക്ഷെ ഇത് ഉദ്ഘാടനത്തിന് ശേഷമാണ് UDF-ന് ഇതിന്റെ ആരോപണം ഉന്നയിക്കാൻ കഴിഞ്ഞത്. ഈ സ്റ്റാർട്ടിംഗ് ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ പോലും അവർ ഇത് വേണ്ട വിധത്തിൽ ഒരു സമര പരിപാടി കാര്യമായി കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമുക്കത് എത്രത്തോണ്ട് ഇനി പണി ബാക്കിയുണ്ട്, എത്രത്തോണ്ട് പണി പെൻഡിങ് ഉണ്ടെന്നൊക്കെ അറിയാൻ കഴിയുള്ളൂ. അത് പൂർത്തിയായാലല്ലേ അപ്പൊ അവർക്ക് അതിനനുസരിച്ച് നീങ്ങാൻ കഴിയുള്ളൂ. ഇനി എന്തൊക്കെ പണികളുണ്ട്, എന്തൊക്കെ ജോലി ഉണ്ട് എന്ന് അവർക്ക് മുൻകൂട്ടി അറിയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാവാം ചിലപ്പോൾ അവര് അത് കാത്തു നിൽക്കുന്നുണ്ട ഒരു സാഹചര്യം ഉണ്ടായിണ്ടാവും. ആലങ്കോട് ഗ്രാമപഞ്ചായത്തിന്റെ പറയുമ്പോൾ ചങ്ങരകുളം ടൗണിനോട് ചേർന്ന് നടക്കുന്ന ഒരു ഭാഗമാണ്. നന്നമുക്കിന്റെയും കൂടിയിട്ടുണ്ട്. ഒരു സംഗമ കേന്ദ്രമാണ് ആലങ്കോട് എന്ന് പറയുന്നത്. ഒരുപാട് നല്ല പദ്ധതികൾക്ക് അവസരമുള്ള അല്ലെങ്കിൽ സാധ്യതകളുള്ള ഒരു പഞ്ചായത്താണ് ആലങ്കോട് പഞ്ചായത്ത്. ഇപ്പോൾ അടുത്ത കാലത്ത് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ ഈ ആരോഗ്യ കേന്ദ്രം സ്ഥിതി നമുക്കറിയാം. അവിടെ ഒരു പക്ഷേ ഒരു കാലത്ത് കിടത്തി ചികിത്സ പോലും ഉണ്ടായിരുന്ന ഒരു ഇതാണ്. അവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതുപോലും വേണ്ട രീതിയിൽ പ്രാവർത്തികമാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ആലങ്കോട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സംസ്ഥാന ഭരണം കൂടി ആ പാർട്ടിക്കാണ്. എന്നിട്ട് അത് വേണ്ട രീതിയിൽ പ്രാവർത്തികമാക്കാൻ അവിടെ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് ആളുകൾ അവിടെ ചികിത്സക്ക് അല്ല. അതിന്റെ മുന്നേ ഇവിടെ UDF ഭരിച്ചപ്പോഴും സംസ്ഥാന ഗവൺമെന്റ് അവരുടെ കയ്യിലുണ്ടായിരുന്നു. നിരന്തര സമരങ്ങൾ ചെയ്തിട്ടില്ല. അതേ അവസ്ഥ തന്നെയാണ് LDF ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഒരു സാധനം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടൗൺ നവീകരണത്തിന് ഭാഗമായിട്ട് വ്യാപാരികളൊക്കെ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. വ്യാപാരികളൊക്കെ അതിന്റെ അശാസ്ത്രീയമായിട്ടാണ് അവിടെ വികസനം നടക്കുന്നത്. വ്യാപാരികൾക്ക് ആളുകൾ ടൗണിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ല, ട്രാഫിക്കിൽ അശാസ്ത്രീയത ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വ്യാപാരികൾ നിരന്തര സമരത്തിന്റെ പിറകിലാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടുത്തെ ഈ ടാക്സി, ഈ ടെമ്പോ ട്രാവലർ ആളുകൾ വലിയൊരു പ്രതിസന്ധിയിലാണുള്ളത് അറിയാൻ കഴിഞ്ഞത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ടൗണിനകത്ത് ആദ്യം പഞ്ചായത്ത് കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. ഇപ്പോ അത് പണി പൂർത്തിയാകും തോറും അവർക്ക് അതിനുള്ള അവസരമില്ല, ഒരു ഉറപ്പ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവരും പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അവർ പ്രതിസന്ധിയിലാണ്. വ്യാപാരികൾ കുറെ സമരങ്ങൾ ചെയ്തതാണ് അശാസ്ത്രീയം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ വെല്ലുവിളികളായിട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നിലുണ്ട്. തെരഞ്ഞെടുപ്പിന് ഇനിയിപ്പോ അതിലൊക്കെ വെല്ലുവിളികളെ നമുക്ക് നേരിടുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ മുന്നിൽ ഇലക്ഷൻ ഒന്നും കഴിയില്ല. അപ്പൊ ആര് വരുമ്പോ സ്വാഭാവികമായിട്ട് അവർക്ക് ഇതൊക്കെ അവര് മുന്നിലുണ്ടാവുന്ന ഒരു വെല്ലുവിളികളായിട്ട് ഇത്തരം കാര്യങ്ങൾ വരും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഏതൊരു പദ്ധതി കൊണ്ടുവരുമ്പോഴോ അതിന്റെ കുറെ പ്രശ്നങ്ങളുണ്ടാവും. ഏത് പദ്ധതി കൊണ്ടുവരും അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയൊരു തടസ്സങ്ങളല്ല ഈ നവീകരണ പ്രവൃത്തിയുമായിട്ടുണ്ടായിട്ടുള്ള വ്യാപാരികൾക്ക്. അല്ല, ഈ ടൗൺ നവീകരണവുമായി ബന്ധപ്പെട്ടിട്ടേ അതൊരു സമയബന്ധിതമായി തീർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ അത് ഒരുപാട് എത്രയോ ആൾക്ക് മഴ പെയ്ത സമയത്തൊക്കെ എത്ര ആളുകൾ പ്രയാസത്തിലായിരുന്നു എന്നറിയോ.
കച്ചവടക്കാര് വളരെ പ്രയാസത്തിൽ നിരന്തരമായിട്ട് ഇവിടുത്തെ വ്യാപാരി വ്യവസായ സമിതികൾ നിരന്തരമായി സമരങ്ങൾ നടത്തി ഇവിടെ ചാല് കീറുന്ന ഒരു അവസ്ഥ ഒക്കെ ഉണ്ടായപ്പോ ഓണത്തിന് മുന്നേ ഉദ്ഘാടനം ചെയ്യുന്ന പറഞ്ഞിരുന്നു. അപ്പൊ ഇത് വളരെ പ്രയാസം ഉണ്ടായിട്ടുണ്ട്. നമ്മളെ പദ്ധതിനെ എതിർത്തതല്ല, പദ്ധതി വരണം, വികസനം വരണം, കാലാനുസൃതമായിട്ട് പദ്ധതികളും വികസനങ്ങളും ഒക്കെ വരണം. പദ്ധതിക്കും അതിൻ്റെതായ കുറച്ച് കാലതാമസവും അതിന്റെ ഒരു വികസനം വരുമ്പോ ഒരു ഭാഗം അവിടെ പിറകിൽ പോവാണ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യാപാരികളാണ് നമ്മുടെ നട്ടിലെന്ന് പറയുന്ന ആളുകൾ, ഏത് പ്രദേശത്തും അങ്ങനെയാണ്. പക്ഷെ അവർക്ക് ബിസിനസ് ഉണ്ടായാലാണ് അവിടെ ആളുകൾ വന്നിട്ട് ബിസിനസ് ചെയ്ത ആളാണ് അവരുടെ കുടുംബം ഇതാക്കുള്ളൂ. അപ്പൊ അതിൽ കാലതാമസം വരും തോറും അവര് പ്രയാസിക്കാണ് പോവുക. ഭീമമായ വാടകയാണ്, അഡ്വാൻസ് ആണ്, ലൈസൻസ്, സ്റ്റാഫ്, ഇത്തരം പ്രതിസന്ധികൾ അവർക്കുണ്ട്. നമ്മൾ പദ്ധതികളല്ലേ എതിർക്കുന്നത്, പക്ഷെ സമയബന്ധിതമായിട്ട് നടത്തുന്നതും അത് അശാസ്ത്രീയ ഉണ്ട് എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതല്ല. പദ്ധതികൾ നമ്മൾ ആരും എതിർക്കണമെന്നില്ല, പദ്ധതികൾ വരണം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വികസന പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാവും ജനങ്ങൾക്ക്. അത് ഒരുവിധം പരിഹരിച്ച് പോകാൻ ഭരണസമിതി ശ്രമിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ഭരണം നിലനിർത്താൻ LDFും ഭരണം പിടിച്ചെടുക്കാൻ UDFും ശക്തമായ മത്സരമാണ് ഇത്തവണ ഇവിടെ നടക്കുന്നത്. നമുക്ക് അതിൻ്റെ പൂർണ്ണരൂപം 13-ാം തീയതി ജനവിധി വരുന്നതോടുകൂടി അറിയാം. വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തായാലും ചെറിയ രീതിയിലുള്ള തടസ്സങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അതെ, കുറെ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ട്. സമയബന്ധിതമായിട്ട് തീർക്കുക എന്നുള്ളതാണ് ഒരു ആവശ്യം. അത് സമയബന്ധിതമായിട്ട് തീർക്കാൻ അധികൃതർ തയ്യാറാവുക, അതിനുവേണ്ട നിർദ്ദേശങ്ങൾ ഭരണസമിതിയുടെ ഭാഗത്ത് ഉണ്ടാവുക എന്നുള്ളത്. നമ്മള് ഇവിടുത്തെ ഒരു പ്രാദേശികമായ ഒരു മാധ്യമപ്രവർത്തകരാണ്. നമുക്കൊക്കെ രാഷ്ട്രീയമുണ്ട്, വ്യത്യസ്തമായ രാഷ്ട്രീയ അനുഭവങ്ങളാണ് നമ്മളൊക്കെ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഈ 2 പഞ്ചായത്തുകൾ വികസനങ്ങൾ വരണം. ആര് ഭരിച്ചാലും വികസനം വരണം. അത്ര നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുന്നിലുള്ളത് അത് തന്നെയാണ്. അതിന്റെ പോരായ്മകൾ നമ്മൾ സമൂഹത്തിനുണ്ടെങ്കിൽ നമ്മൾ ചൂണ്ടിക്കാട്ടുക. ഈ ചൂണ്ടിക്കാട്ടുന്നത് ഇവിടുത്തെ എല്ലാ സ്ഥലത്തും മാധ്യമപ്രവർത്തകർക്ക് അത് ആധികാരികമായി ചൂണ്ടിക്കാട്ടിക്കാൻ കഴിയുള്ളൂ. അതെ, ഒരു പ്രതിപക്ഷത്തിന്റെ റോളാണ് ശരിക്കും മാധ്യമപ്രവർത്തകർ. അതെ, അത് കഴിയുമ്പോഴാണ് അധികാരികളെ കണ്ണു തുറക്കുക, വികസനങ്ങൾ വരിക. അത്രേ ഉള്ളൂ. നമ്മൾ അന്ധമായിട്ട് വികസന വിരോധികളൊന്നുമല്ല ആരും. പക്ഷെ ഈ നമ്മൾ അതിന് മാന്യമായിട്ട് നമ്മളത് ചൂണ്ടിക്കാട്ടുള്ള സംവിധാനം നമ്മുടെ ഭാഗത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അവരൊക്കെ കണ്ണു തുറപ്പിക്കാനുള്ള സംവിധാനം നമ്മളെ മാധ്യമപ്രവർത്തകർ മുന്നേ നമ്മളെ ചങ്ങരോണത്തെ മാധ്യമപ്രവർത്തകർ പല വിഷയങ്ങളും നമ്മൾ അധികാരികളെ മുന്നേക്ക് നമ്മൾ കൊണ്ടിട്ടിട്ടുണ്ട്. പല വിഷയങ്ങളും പരിഹാരം ഉണ്ടായിട്ടുണ്ട്. എന്ന പോലെ ഇതും അതിനുള്ളൊരു വേദിയായി മാറട്ടെ എന്നുള്ളതാണ് നമ്മളൊക്കെ. ഉദ്യോഗസ്ഥ തലത്തിലുള്ള പ്രശ്നങ്ങൾ, അവരുടെ കുറച്ച് വീഴ്ചകളാണ് ഈ കാലതാമസം ഇതൊക്കെ തന്നെ ഒരു പ്രധാന ഘടകമായി വരുന്നത്. അവർ വേണ്ട വിധം പ്രവർത്തിക്കാത്തത്. എന്തായാലും ഇനി UDF ആണ് അധികാരത്തിൽ വരുന്നെങ്കിൽ അവരും LDF തുടർ ഭരണം പിടിക്കുമെങ്കിൽ അവരായാലും ഈ വികസനം പൂർത്തീകരിക്കുക, പുതിയ പുതിയ വികസനങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് ഇതിലൊക്കെ പറയാം. നാടിനും നാട്ടുകാർക്ക് ആവശ്യമായിട്ടുള്ള കൂടുതൽ വികസന പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് വരാൻ അടുത്ത ഭരണസമിതിക്ക് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ജയിച്ചു വരുന്ന ഏത് മുന്നണിയായാലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതി. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാനുള്ളത് ആലങ്കോട് പഞ്ചായത്തിലെ ബ്ലോക്ക് ഡിവിഷനുകളാണ്. ആലങ്കോട് പഞ്ചായത്തിൽ 3 ബ്ലോക്ക് ഡിവിഷനിലാണ് നിലവിലുള്ളത്. അതിൽ ഒരു കോക്കൂര് ബ്ലോക്ക് ഡിവിഷൻ, അതുപോലെ തന്നെ ആലങ്കോട് ഡിവിഷൻ, ചങ്ങരംകുളം ഡിവിഷൻ. ചങ്ങരംകുളം ഡിവിഷൻ എന്ന് പറയുന്നത് 4 വാർഡുകൾ നന്നമുക്കിലെയും ഉൾപ്പെട്ടിട്ടുണ്ട്. 4 വാർഡ് ആലങ്കോട്, അങ്ങനെ 3 ഡിവിഷനുകളുള്ളത്. അതിൽ കോക്കൂര് ഡിവിഷൻ മാത്രമാണ് ഇപ്പോൾ UDFന്റെ കയ്യിലുള്ളത്. ബാക്കി 2 ഡിവിഷനും നിലവിൽ CPMന്റെ കയ്യിലാണുള്ളത്. അതിലിപ്പോൾ ഈ ചങ്ങരംകുളം ഡിവിഷനിൽ ഒരു നല്ലൊരു മത്സരം നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഒരു ആലങ്കോട് ഡിവിഷനാണ്, അത് ജനറലാണ്. ആലങ്കോട് ഡിവിഷൻ വനിതയാണ്, അതുപോലെ തന്നെ ചങ്ങരംകുളം ഡിവിഷൻ വനിതയാണ്. കോക്കൂര് ഡിവിഷനാണ് ജനറൽ ഉള്ളത്. മറ്റു ഡിവിഷനിലൊക്കെ നല്ല മത്സരം നടക്കുന്നുണ്ട്. ഇപ്പൊ ആരുടെ ഭാഗത്താണ് വിജയം എന്നുള്ളതൊക്കെ ജനങ്ങൾ തീരുമാനിക്കേണ്ട, അവിടുത്തെ വോട്ടർമാർ തീരുമാനിക്കേണ്ട കാര്യമാണ്. നമുക്കൊന്നും അത് മുൻകൂട്ടി വിധി എഴുതാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല. അതാണ് ആ ഡിവിഷനെ കുറിച്ച് എടുത്തു പറയാനുള്ളത്. ഈ പഞ്ചായത്ത് വാർഡ് തെരഞ്ഞെടുപ്പ് പോലെ തന്നെയാണ് ബ്ലോക്ക് തെരഞ്ഞെടുപ്പും വളരെ വാശിയേറിയ മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ഇതിൽ കൂടെ പ്രത്യേകിച്ച് ആലങ്കോടിലെ 3 വാർഡുകളും അതിൽ ഒരു ചുമട്ടുതൊഴിലാളി UDLന്റെ ലീഡറായിട്ടുള്ള ഹസീബ് കോക്കൂരാണ് അതൊരു ശ്രദ്ധേയമായ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ചങ്ങരംകുളം ഡിവിഷനായാലും പിന്നെ ആലങ്കോട് ഡിവിഷൻ ആയാലും ശക്തമായ മത്സരം. ചങ്ങരംകുളം ഡിവിഷൻ നേരത്തെ UDFന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ഡിവിഷനാണ് ചങ്ങരംകുളം ഡിവിഷന്. അവിടെ മുഹമ്മദ് നവാസ് അവിടെ കോൺഗ്രസിന്റെ മെമ്പറായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതെ, 2 കൂട്ടർക്കും സാധ്യതകളുള്ള ഡിവിഷനാണ്. പിന്നെ ചിലൊക്കെ കഴിവുള്ള സ്ഥാനാർത്ഥികളാണ് 2 പാർട്ടികളും അവിടെ മത്സരരംഗത്ത് ഇറക്കിയിട്ടുള്ളത്. ഈ ചങ്ങരംകുളം ഡിവിഷനിൽ SDPക്ക് സ്ഥാനാർത്ഥി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചങ്ങരംകുളം ബ്ലോക്ക് ഡിവിഷനിൽ SDPക്ക് സ്ഥാനാർത്ഥി ഉണ്ട്.
അപ്പൊ അങ്ങനെയൊക്കെയാണ് അതിന്റെ ചിത്രങ്ങൾ നിലവിലുള്ളത്. BJP-ക്കും 3 സ്ഥലത്തും BJP-ക്കും സ്ഥാനാർത്ഥി ഉണ്ടല്ലേ. അപ്പൊ അതും ഇത് തന്നെയാണ്. ഈ ചെറുകിട പാർട്ടികൾ ഒക്കെ ഈ വലിയ മുഖ്യധാര പാർട്ടികളുടെ ജയപരാജയങ്ങളെ നിർണ്ണയിക്കാൻ ഒരു ഘടകമാണ്. അതെ, കുറഞ്ഞ വോട്ടുകളിലേക്കാണ് പല വാർഡുകളിലും വിജയിക്കുന്നത്. അതിലിപ്പോ ഈ ചെറിയ പാർട്ടികൾ ഉണ്ടാവുമ്പോൾ അവരുടെ സ്വാധീനം ഒരു 10-50 വോട്ടുകൾ അവര് പിടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 100 അതിന് മേലൊക്കെ വോട്ടുകൾ പിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വാർഡിലെ ജയപരാജയങ്ങളെ അത് സ്വാധീനിക്കും. ബ്ലോക്ക് ഡിവിഷനിൽ സാധാരണ എന്ന് പറയുന്നത് പാർട്ടി വോട്ടുകളാണ് പ്രധാനം. ഈ വാർഡുകളാണ് പ്രധാനമായിട്ട് മത്സരങ്ങൾ നടക്കുക. കാരണം വ്യക്തിപരമായിട്ടുള്ള വോട്ടുകളൊക്കെ വാർഡിലേക്കാണ് കേന്ദ്രീകരിക്കുക. ഈ ബ്ലോക്ക് അല്ലെങ്കിൽ ജില്ല എന്നൊക്കെ പറയുമ്പോൾ അത് കൂടുതലും പാർട്ടി വോട്ടുകളായിട്ട് മാറും. അങ്ങനെയാണ് സാധാരണ ഉണ്ടാവുക. രണ്ടിന്റെ വോട്ടിംഗ് പാറ്റേൺ വ്യത്യാസം വരാറുണ്ട് പലപ്പോഴും. വാർഡിൽ കിട്ടിയ വോട്ട് ആ ബ്ലോക്കിൽ സ്ഥാനാർത്ഥിക്ക് കിട്ടില്ല. അത് അങ്ങനെയാണ് അതിന്റെ ഒരു ഇതങ്ങനെയാണ്. വോട്ടർമാർ തന്നെ പറയാറുണ്ട് ഈ വാർഡിലേക്ക് നിങ്ങൾക്ക് തരാം, അല്ലെങ്കിൽ ഒരു വോട്ട് എനിക്ക് മതി, ഒരു വോട്ട് എനിക്ക് വേണം എന്നുള്ള. ബ്ലോക്കിലേക്കും ജില്ലയിലേക്കൊക്കെ പോകുമ്പോൾ അവരൊരു രാഷ്ട്രീയം അതിൽ വരുന്നുണ്ട്. ബ്ലോക്കിലേക്കും ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ ആ വ്യക്തിയുടെ ഒരു രാഷ്ട്രീയം അതിൽ വരുന്നുണ്ട്. മറ്റേതാവുമ്പോ മറ്റേ പഞ്ചായത്ത് അംഗ ആരാവാണെങ്കിൽ അതൊരു വ്യക്തിക്ക് പ്രാധാന്യം കൊടുത്തിട്ടാണ് രാഷ്ട്രീയ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് നേരത്തെ പറഞ്ഞ പോലെ ഈ പല വാർഡുകളിലും നല്ല മത്സരം നടക്കും. സ്വാഭാവികമാണ്. വാർഡുകളിൽ മത്സരം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതാത് വാർഡുകൾ സേഫ് ആക്കാനാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും ശ്രദ്ധിക്കുക. അപ്പൊ അവര് പലരും പറയാറുണ്ട് ഒരു വോട്ട് എനിക്ക് വേണം, 3 വോട്ടുണ്ട്, ഒരു വോട്ട് എനിക്ക് തരണം. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലം പലപ്പോഴും ഇപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ പല മേഖലയിൽ പോകുമ്പോൾ നമുക്ക് കേൾക്കാൻ തന്നെ സാധനം. കാരണം ടൈറ്റിലെ മത്സരമാണ്. അവരെങ്ങനെയും ജയിച്ചാൽ മതി എന്നുള്ളതാണ്. ബാക്കി എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള ഒരു പ്രതീതി തന്നെ അവിടെ ഉണ്ടാവാറ്. ഉണ്ട്. ഓരോ ഹോട്ടലിലും ചോദിക്കണുള്ളൂ, ഓൻ കൊടുക്കുക, 2 ആർക്കെങ്കിലും ചെയ്തോളി ഓൻ തന്നെ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ ജില്ലാ ഡിവിഷന്റെ കാര്യം. പിന്നെ ഈ ആലങ്കോട് ഡിവിഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അവിടെ ഒരു CPM-ന് മെജോറിറ്റി ആയിട്ട് കാലങ്ങളോട് ജയിച്ചിരുന്ന ഡിവിഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഈ ആലങ്കോട് ബ്ലോക്ക്. അവിടെ CPM-ന് കൂടുതൽ പിന്തുണ ഉള്ള വാർഡുകൾ ഉൾക്കൊള്ളുന്ന ഒരു ഡിവിഷനാണ്. അവിടെ ഇടതുപക്ഷത്തിനാണ് കൂടുതൽ പിന്തുണ സാധ്യത. എന്നാൽ ചങ്ങരംകുളം ഡിവിഷന്റെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ട്. മുന്നേ UDF ജയിച്ചിട്ടുണ്ട്, നവാസ് ജയിച്ചിട്ട് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ ആയിട്ടുണ്ട് ബ്ലോക്കിൽ. അപ്പൊ അതിനുശേഷം ഈ മത്സരത്തിൽ ഇപ്പോൾ ഒരു മത്സരം അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളൊരു നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കോക്കൂർ ഡിവിഷനാണ്, അത് UDF-ന്റെ കയ്യിലാണ്. ആ ഒരു വാർഡ് രൂപീകരിച്ചതിന് ശേഷമുള്ളത് UDF-ന്റെ കയ്യിലാണ്. അങ്ങനെ അപ്പൊ ആ ഒരു ബ്ലോക്കിന്റെ രജിസ്ട്രി നമ്മുടെ കയ്യിലുള്ളത്. ജില്ലാ പഞ്ചായത്തിൽ 3 സ്ഥാനാർത്ഥികളും കരുത്തരായ സ്ഥാനാർത്ഥികളാണ്. ഒന്ന് ഈ BJP-യുടെ ആണെങ്കിൽ BJP-യുടെ നല്ലൊരു കരുത്തനായ സ്ഥാനാർത്ഥി എന്ന് പറയാം. ഓരോ വർഷങ്ങളായി രാഷ്ട്രീയ രംഗത്തുള്ള ഒരാളാണ്. അതിന് അഷ്കർ വെർമുക്ക് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ട്രഷറാണ്, MSF-ന്. അപ്പോൾ അങ്ങനെ ആ പരിചയ സമ്പത്തുള്ള ഒരാളാണ്. പിന്നെ ഷഹീർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആലങ്കോടിന്റെ അവരുടെ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 3 പേർക്കും തുല്യ പരിഗണന എന്ന് പറയാൻ പറ്റില്ല. കാരണം LDF ആണ് കഴിഞ്ഞ ടൈമിൽ വിജയിച്ചിട്ടുള്ളത്. അവരായിരുന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ളത്. പ്രാവശ്യവും ജില്ലാ പഞ്ചായത്തിന്റെ അടുത്ത് പറയുമ്പോഴേ, ജില്ലാ പഞ്ചായത്ത് നമ്മുടെ ചങ്ങരംകുളം ഡിവിഷൻ രൂപീകരിച്ചത് മുതൽ ഇവിടെ CPM വിജയിക്കുന്ന ഒരു ഡിവിഷനാണ്. ഒരു 5 ടൈമായി ജില്ലാ പഞ്ചായത്ത് CPM തന്നെയാണ് വിജയിച്ചുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം നല്ലൊരു ശക്തമായിട്ടുള്ള മത്സരം ജില്ലാ പഞ്ചായത്ത് ചങ്ങരംകുളം ഡിവിഷനിൽ നടക്കുന്നുണ്ട്. അത് ആദ്യത്തെ സ്ഥാനാർത്ഥി നിർണയം ലീഗാണ്. യൂത്ത് MSF-ന്റെ സംസ്ഥാന ട്രഷറർ അഷ്കർ പെരുമുക്കിനെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് ലീഗാണ് ആദ്യം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. അപ്പൊ ഒരു യുവ മുഖം വന്നതോടുകൂടി ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു രൂപം മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ CPM ആണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പഞ്ചായത്തിലും ഇപ്പൊ സമീപ സ്ഥലങ്ങളിലൊക്കെ സുപരിചിതനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് യുവ മുഖവുമായ ഷഹീറിനെ അവതരിപ്പിച്ചതോട് കൂടിയിട്ട് ആ ഒരു ചിത്രം ഒന്നുകൂടി ആ തിരഞ്ഞെടുപ്പിന്റെ ഇത് ഒന്നുകൂടി ടൈറ്റ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ ചങ്ങരംകുളം ഡിവിഷനിൽ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. സ്വാഭാവികമായിട്ട് ആലങ്കോട് പഞ്ചായത്ത് കാലങ്ങളായിട്ട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് കൊടുക്കുന്ന ഒരു പഞ്ചായത്താണ്. ചങ്ങരംകുളം ഡിവിഷനിൽ കൂടുതൽ വോട്ടുകൾ കിട്ടുന്നത് UDF-നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വോട്ട് കിട്ടാറുള്ളത് ആലങ്കോട് പഞ്ചായത്തിൽ നിന്നാണ്. UDF-ന്റെ LDF-നാണെങ്കിൽ നന്നമുക്ക് പഞ്ചായത്താണെങ്കിൽ LDF കൂടുതൽ വോട്ടാണ് അവിടെ അവർ സ്വന്തമാക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ചങ്ങരംകുളം ഡിവിഷന് LDF-ന് കൂടുതൽ ഭൂരിപക്ഷമുള്ള രീതിയിലാണ് ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നത്. എന്നാലും ശക്തമായിട്ടുള്ള ഒരു മത്സരം ചങ്ങരംകുളം ഡിവിഷനിൽ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിപ്പോഴേ ഈ ഒരു വെങ്ങിനിക്കര ഒരു ഡിവിഷൻ പുതുതായിട്ട് രൂപീകൃതമായിട്ട് അത്
വെങ്ങിനിക്കരയും അതുപോലെ വട്ടംകുളം പഞ്ചായത്തിലെ ഒരു ബ്ലോക്ക് ഡിവിഷനും. എടപ്പാൾ പഞ്ചായത്തിലുള്ള ബ്ലോക്ക് ഡിവിഷനാണ് വെങ്ങിനിക്കര. അതും ചങ്ങരകുളം ഡിവിഷനിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ 1000-ലേറെ വോട്ടുകൾക്ക് CPM ലീഡ് ചെയ്യുന്ന ഒരു ബ്ലോക്ക് ഡിവിഷനാണിത്. അതുപോലെ തന്നെ വട്ടംകുളം ഡിവിഷനും കൂടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പിന്നെ നന്നമുക്ക് നേരത്തെ തന്നെ നന്നമുക്ക് പഞ്ചായത്ത് മുഴുവനായിട്ട് ചങ്ങരകുളം ഡിവിഷന്റെ ഇതിലാണ്. അത് CPM ലീഡ് ചെയ്യുന്ന ഒരു പഞ്ചായത്താണ്. ആലങ്കോടാണ് UDF സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടുന്ന ഒരു പഞ്ചായത്ത്. ഇതില് ഈ ജില്ലാ പഞ്ചായത്തിന്റെ കാര്യം പറഞ്ഞ പോലെ അത് കുറെ കാലങ്ങളായിട്ട് ആ ഡിവിഷനിൽ ചാലം ഡിവിഷനിൽ CPM ആണ് ജയിച്ചു വരുന്നത്. ഇപ്പോൾ നിലവിൽ നമ്മുടെ ആരിഫ നാസറാണ് ഇവിടുത്തെ ജനപ്രതിനിധി. അതിന് മുന്നേ നമ്മുടെ MP വയസ്സിലടക്കമുള്ള ആളുകളായിരുന്നു. പിന്നെ ഇതിനെ സംബന്ധിച്ചിടത്തോളം കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ CPM ജയിച്ചു വരുന്ന ഒരു സീറ്റാണ് നമുക്കൊക്കെ അറിയാൻ പറ്റും. പക്ഷെ ഇപ്പൊ ഈ കഴിഞ്ഞ ടേമുകളിലൊക്കെ UDF ഇതിനകത്തുണ്ടാക്കിയ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂട് പ്രാവശ്യത്തെ ചാലം ഡിവിഷനിലെ മത്സരത്തിലുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് ചങ്ങരകുളം ഡിവിഷൻ തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു ഇത് UDF ശക്തമായിട്ട് നിലനിർത്തും. അതിനവർ പറയുന്ന അല്ലെങ്കിൽ UDF പറയുന്ന കുറെ കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ജില്ല ഭരിക്കുന്നത് UDF ആണ്. പ്രസിഡന്റ് ആയിട്ട് ഭരിക്കുന്നത് മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടിയിട്ടാണ് UDF ഭരിക്കുന്നത്. അപ്പൊ UDFന്റെ ഒരു മെമ്പർ ചങ്ങരകുളം ഡിവിഷനിൽ ജയിച്ചാൽ ഒരുപാട് വികസന പദ്ധതികൾ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ് നമുക്ക് അവരിൽ നിന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡിവിഷൻ ഇപ്പോ പുതിയതായിട്ടുള്ള ഈ ഏരിയ കൂട്ടിച്ചേർത്തത് ശരിക്കും സംബന്ധിച്ചിടത്തോളം UDF അതൊരു പറ്റിയൊരു അബദ്ധമാണ്. ഈ വെങ്ങിനിക്കര ഡിവിഷനൊക്കെ ഈ ചങ്ങരകുളത്തോട് കൂടി കൂട്ടിച്ചേർത്തപ്പോ അത് CPM കൂടുതൽ അനുകൂലമാവുകയാണ് ചെയ്തത്. അത് ശരിക്കും ജില്ലാ പഞ്ചായത്തിന്റെ വാർഡ് ഡിവിഷനിൽ UDF സ്വാധീനമുള്ളതാണല്ലോ. അവരുടെ ജില്ലാ പഞ്ചായത്തിന്റെ ഇതിലാണല്ലോ വാർഡ് ഡിവിഷനൊക്കെ നടക്കുന്നത്. ആ ഒരു സമയത്ത് പോലും അവർ ആ ഒരു കാര്യം ശ്രദ്ധിക്കാതെ അതില് UDF നല്ലൊരു വീഴ്ച പറ്റിയിട്ടുണ്ട്. ചങ്ങരകുളം ഡിവിഷൻ തിരിച്ചു പിടിക്കണമായിരുന്നെങ്കിൽ അവര് അങ്ങനെയുള്ള അബദ്ധങ്ങള് അത് പറയുമ്പോ പറയാനുള്ളത് അത് ഇതിന് മുന്നേ ആദ്യം വന്ന ലിസ്റ്റിൽ എനിക്ക് തോന്നുന്നത് മറ്റേ ഈ വെങ്ങിനക്കര പുറമെ കോലം ഡിവിഷനും കൂടി ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് എന്നിട്ട് പിന്നീട് അത് മാറ്റാണ് ചെയ്തത്. അപ്പൊ അത് പരിപൂർണ്ണ ആവണമെന്നില്ല. ചില വാർഡുകൾ വരും, ഒന്ന് അനുയോജ്യമാകുമ്പോ ഒന്ന് ചിലപ്പോ ആ പാർട്ടിക്കെതിരായിട്ട് വരും. അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോ മുമ്പെങ്ങും ഇല്ലാത്ത ഒരു ഇത് UDF വാർഡ് തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു സാധനം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ CPM സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ പ്രതീക്ഷ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ എടപ്പാൾ പഞ്ചായത്തിലെ വെങ്ങിനിക്കരയും കൂടി ഇതിലേക്ക് കടന്നു വന്നതാണ് CPM ഒന്നും കൂടെ കൂടുതൽ പ്രതീക്ഷ നൽകുന്നൊരു ഘടകം. പക്ഷെ UDF കൂടി ആലോചിച്ച് അത് തിരിച്ചു പിടിക്കാൻ കണ്ടെത്തിയ ഒരു സ്ഥാനാർത്ഥി ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാവിനെയാണ്. ചങ്ങരകുളത്തേരനാണ്, പെരുമുക്ക് സ്വദേശിയാണ്. അഷർ പെരുമുക്ക് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി നേതാവിനെയാണ് ഈ വാർഡ് അല്ലെങ്കിൽ CPM കൊണ്ടുനടക്കുന്ന ഡിവിഷൻ തിരിച്ചു പിടിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയത്. എന്നാൽ CPM ആവട്ടെ മറ്റേ ഇത് പഞ്ചായത്ത് പ്രസിഡന്റായ ഷഹീറിനെയാണ്. അതെ, CPM നല്ലൊരു സ്ഥാനാർത്ഥിനെ തന്നെയാണ് നിർത്തുന്നത്. ശക്തരായ സ്ഥാനാർത്ഥിയാന്ന് പറയാൻ കാരണം UDF വാർഡിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചതാണ്. അതെ, UDF സിറ്റിംഗ് വാർഡാണ് ഷെയർ പിടിച്ചെടുത്തത്. ആ ഒരു അതുകൊണ്ടാണ് അത് നിലനിർത്തുക എന്നുള്ളത് CPM ഷെയറിനെ കളത്തിലിറക്കിയിട്ട്. അതെ, ആ ഒരു നിലയ്ക്ക് പറയാൻ വിട്ടുപോയി. STPയുടെ സ്ഥാനത്ത് യൂത്താണ്, പൊതുവാണ് ആദ്യം മത്സരിക്കുന്നത്. ആദ്യമായിട്ട് അതെ, STPക്ക് 1000-ൽ അധികം വോട്ടുകൾ ജില്ലാ പഞ്ചായത്തിൽ ചങ്ങരകുളം ഡിവിഷനിലുണ്ട്. പിന്നെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി. എന്തായാലും നല്ലൊരു മത്സരം. മുമ്പ് നമ്മളിപ്പോ ഇതിന്റെ മുന്നിൽ കുറെ തെരഞ്ഞെടുപ്പുകളൊക്കെ കണ്ടതാണ്. പക്ഷെ ചങ്ങരകുളം ഡിവിഷനിൽ ഇപ്പൊ നമ്മൾ തന്നെ പറയുന്നുണ്ട് നല്ലൊരു മത്സരം ഉണ്ടെന്നുള്ളത്. മുന്നേ നമ്മൾ ചങ്ങരകുളം ഡിവിഷനെ പറ്റിയിട്ട് ചർച്ച തന്നെ നമ്മൾ ചെയ്തിരുന്നില്ല. കാരണം അത് CPM അനുകൂലമായ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നത് നമ്മളൊക്കെ കണ്ടിരുന്ന ഒരു ഇടത്താണ് നമ്മളിപ്പോ ഒരു മത്സരം ഉണ്ട് എന്നുള്ളത് ചർച്ച ചെയ്യുന്നത്. അതിനുള്ള ഘടകങ്ങളാണ് ഇപ്പൊ നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത്. ഈ ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം 8 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ഈ ഡിവിഷനകത്തുള്ളത്. 8 ബ്ലോക്ക് പഞ്ചായത്ത്. പിന്നെ ഈ പെരുമ്പടപ്പ് ബ്ലോക്ക് ഡിവിഷൻ മുതൽ നന്നമുക്ക് ആലങ്കോട് പഞ്ചായത്ത് മുഴുവനായിട്ടും പട്ടംകുളം ബ്ലോക്ക് ഡിവിഷനും വെങ്ങിനിക്കര ബ്ലോക്ക് ഡിവിഷനും 8 ബ്ലോക്ക് പഞ്ചായത്ത്. അഥവാ 58 വാർഡുകളാണ് ഈ ബ്ലോക്ക് ഡിവിഷനകത്തുള്ളത്. എന്തായാലും നല്ലൊരു മത്സരം നടക്കുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വിധിയെഴുത്ത് എന്താവും എന്നുള്ളത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ആർക്ക് അനുകൂലമാവുന്നത്. ഈ ചെറുകിട പാർട്ടികൾ നേരത്തെ ദാസം പറഞ്ഞ പോലെ STPI, വെൽഫെയർ പാർട്ടി, PDP, പിന്നെ അതുപോലെ വേറൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഒക്കെ മത്സരിക്കുന്നുണ്ട്. അപ്പൊ ഈ പാർട്ടികളൊക്കെ പിടിക്കുന്ന വോട്ടുകൾ ആർക്ക് അനുകൂലമാവും ആർക്കെതിരാവും അതെങ്ങനെ വിലയിരുത്താൻ പറ്റുക? അത് ശരിക്ക് PDPയുടെ വോട്ട് ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷത്തിന് കിട്ടേണ്ട വോട്ടുകൾ തന്നെയാണ്. PDP എത്ര വോട്ട് പിടിച്ചാലും അത് ഇടതുപക്ഷത്തിന്റെ ഒരു നഷ്ടം തന്നെ ആയിരിക്കും ആ വോട്ടുകൾ.
അതുപോലെ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് UDF ആയിരിക്കും കിട്ടേണ്ടത്. വെൽഫെയർ പാർട്ടിക്ക് സ്ഥാനാർത്ഥിയുണ്ട്. വെൽഫെയർ പാർട്ടിയുടെ SDPIക്കും സ്ഥാനാർത്ഥിയുണ്ട്. SDPIയുടെ വോട്ടുകൾ എന്ന് പറയുമ്പോൾ SDPI കഴിഞ്ഞ പ്രാവശ്യം സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ വോട്ടുകൾ ചിലപ്പോൾ രണ്ട് ഭാഗത്തേക്കും സ്പ്ലിറ്റ് ആയിട്ട് പോവുകയോ അങ്ങനെ ഏതെങ്കിലും ഭാഗത്തേക്ക് പോവേണ്ട വോട്ടുകളാണ്. അത് ഇപ്രാവശ്യം അവരുടെ തന്നെ കേന്ദ്രീകരിക്കും. അപ്പൊ ഈ ഒരു 12,000 വോട്ടുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് 2,000 വോട്ട് 1000 ചില്ലറ വോട്ടുകളാണ് കഴിഞ്ഞ പ്രാവശ്യം. ഈ SDPIയും അതുപോലെ വെൽഫെയർ പാർട്ടിയും PDPയും എല്ലാം കൂടി ഒരു 2000-ന്റെ മേലെ വോട്ടുകൾ ചിലപ്പോൾ അവര് സ്വരൂപിക്കാൻ സാധ്യതയുണ്ട്. സ്വതന്ത്രനുണ്ടല്ലോ എല്ലാവരും കൂടി. അപ്പൊ ആ വോട്ടുകൾ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ വയ്യ. ഏത് ഭാഗത്തു നിന്നായിരിക്കും കുറയുക എന്നുള്ളത് നമുക്ക് മുഴുവനായിട്ട് പറയാൻ വയ്യ. എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനെ നമുക്ക് ഒരു പൂർണ്ണമായിട്ടുള്ള ചിത്രം നമുക്ക് അറിയാൻ കഴിയുള്ളൂ. എന്തായാലും CPM ഇപ്രാവശ്യം കണക്ക് കൂട്ടുന്ന ഒരു കണക്കൂട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നമുക്ക് പഞ്ചായത്ത് ഓൾറെഡി CPM ലീഡ് ചെയ്യുന്ന ഒരു പഞ്ചായത്താണ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ. അതുപോലെ ആലങ്കോട് പഞ്ചായത്തിലും ലീഡ് ചെയ്യാൻ കഴിയും എന്നാണ് CPM കണക്കൂട്ടുന്നത്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലങ്കോട് പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്ന യുവ മുഖമായ ഷെയറിനെ അവതരിപ്പിച്ചത് അത് ആ പഞ്ചായത്തിലും കൂടി കൂടുതൽ വോട്ടുകൾ അവർക്ക് കരസ്ഥാക്കാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം അവർക്കുണ്ട്. 1000-ലേറെ വോട്ടുകൾക്ക് അങ്ങനെ ശരിക്കും UDFന് ഇതുള്ള ലീഡുള്ളൊരു പഞ്ചായത്താണ് ആലങ്കോട് പഞ്ചായത്ത്. അവിടെ CPM ലീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഷെയറിന് ഭൂരിപക്ഷം വഹിക്കുകയായിരിക്കും. അപ്പൊ അതില് സംശയം. പക്ഷെ അത് എത്രത്തോണ്ട് ഷെയറിന് അവിടെ ലീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. പിന്നെ അതുപോലെ വട്ടംകുളത്തും UDFന് കുറച്ച് സ്വാധീനമുള്ള ഭാഗങ്ങളാണ്. പെരുമ്പടപ്പിലെ ഒരു ബ്ലോക്ക് ഡിവിഷൻ ഉണ്ട്. അതും UDFന് സ്വാധീനമുള്ള മേഖലകളാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലേ അല്ല, ഇതിനു മുന്നേ ഇവിടെ ഈ ഒരു ഡിവിഷനിൽ ഇതൊന്നും ഇല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു. ഈ പെരുമ്പടപ്പ് അല്ലെങ്കിൽ അതേപോലെ വട്ടംകുളം ഡിവിഷൻ, ഇങ്ങനെയൊക്കെ ഡിവിഷൻ ഇല്ലാത്ത ആലങ്കോട് തന്നെ നമുക്ക് മാത്രമായിട്ടുണ്ടായിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ ഒരു വനിത ആദ്യം ഉണ്ടായിരുന്നത് വനിത വിജയലക്ഷ്മി ടീച്ചറാണ്. പൽസല ടീച്ചറല്ല, ഇവിടെ ഒരു ഖാദർ, അഫ്സ ഖാദർ അത് കഴിഞ്ഞ പ്രാവശ്യം അഫ്ലത്ത് ടീച്ചറാണ്. അവര് മത്സരിക്കുമ്പോ നേരിയ ഭൂരിപക്ഷത്തിനാണ് അവരവിടെ നിന്ന് പരാജയപ്പെട്ടത്. വിജയലക്ഷ്മിക്ക് അന്ന് വലിയ ഭൂരിപക്ഷം ഒന്നും ഉണ്ടായിരുന്നില്ല. നേരിയ ഭൂരിപക്ഷത്തിനാണ് അന്ന് ഈ രണ്ട് പഞ്ചായത്തുള്ളൂ. പിന്നീടാണ് ഈ വിഭജനം കാര്യങ്ങളൊക്കെ നടന്നത്. പിന്നെ അതുപോലെ MP പൈസലും മത്സരിച്ചിരുന്ന ആ ഒരു സമയത്ത് അതൊരു സമയത്താണ് പെരുമ്പടപ്പ് അന്ന് 1000-ന്റെ താഴെ വോട്ടുകൾക്കാണ് അന്ന് MP പൈസ. പിന്നെ ഇതിൽ വേറൊരു ഘടകം എന്താണെന്ന് വെച്ചാൽ ഓരോ ജില്ലാ പഞ്ചായത്തിലേക്ക് ഡിവിഷനിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പും ഒരു നിയമസഭയിലേക്ക് മത്സരിക്കുന്ന ഒരു പ്രതീതിയാണ്, ആ ഒരു പരിവേഷത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വാർഡുകളിലെ മത്സരങ്ങൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വ്യക്തി കേന്ദ്രീകൃതമാണെങ്കിൽ പോലും പക്ഷേ ഈ ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരുപക്ഷെ അതൊരു സംസ്ഥാന ഭരണത്തിനെ കൂടി വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പും കൂടി ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇടതുപക്ഷത്തിന് ഒരുപക്ഷെ ഒരു പ്രയാസമായിരിക്കും ഓരോ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്നതാണ് ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഈ UDFന് ഇപ്പോൾ ഈ സീറ്റ് ചാനൽ ഡിവിഷൻ തിരിച്ചു പിടിക്കാന്ന് പറയാൻ കുറെ കാരണം ഇപ്പോൾ അവര് പ്രമുഖ നേതാക്കന്മാരൊക്കെ ഡിവിഷന്റെ പര്യടനത്തിന് വന്നിട്ടുള്ളത്. ഒന്ന് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പര്യടനത്തിന് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവാണ് VD സതീശനായിരുന്നു. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ ഉപനേതാവായിരുന്നു ചങ്ങരംകുളത്ത് ഈ ജില്ലാ ഡിവിഷന്റെ സ്ഥാനാർത്ഥിക്ക് പര്യടനത്തിന് വന്നത് PK കുഞ്ഞാലിക്കുട്ടി. അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ് ഇപ്പോൾ UDFന്റെ ഈ സീറ്റ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഒരു മത്സരത്തിന് പ്രതീതി LDFന് വേണ്ടി കഴിഞ്ഞ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തത് പാലടി മോഹൻകുട്ടി. അടുത്ത ദിവസം വരുന്നത് വിജയരാഘവൻ, പിന്നെ KT ജലീൽ തുടങ്ങിയ ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള പരിപാടി അവർ സംഘടിപ്പിക്കും. ഇടതുപക്ഷവും നല്ല വാശിയോടെ തന്നെയാണ് ഈ ചങ്ങരംകുളം ഡിവിഷനിലെ മത്സരം കാണുന്നത്. ജില്ലാ പഞ്ചായത്തിലെ ചങ്ങരംകുളം ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന 2 സ്ഥാനാർത്ഥികളും നമുക്ക് വളരെ സുപരിചിതരാണ്. രണ്ടുപേരും നമ്മളെ സുഹൃത്തുക്കളാണ്. നമ്മളോട് വളരെ നല്ല രീതിയിൽ നമ്മളോട് സഹകരിക്കുന്ന ആളുകളാണ്. അവർ ആരാണ് വിജയിക്കുന്നതെങ്കിലും നമ്മുടെ നാടിനും നല്ല രീതിയിൽ പ്രവർത്തനം നടത്താൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.